ഹലോ ഫ്രണ്ട്സ്, ഫയർമാൻ ഫയർവുമൻ പരീക്ഷയുടെ സ്പെഷ്യൽ ടോപ്പിക്സിന്റെ മൂന്നാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ക്ലാസ് ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ മാക്സിമം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യണം. എല്ലാവരും ഒന്ന് ഹൈപ്പ് ചെയ്യാനും മറക്കരുതേ. അപ്പൊ നമുക്ക് ക്ലാസ്സിലോട്ട് കടക്കാം. മൂന്നാമത്തെ ക്ലാസ് ആണ്. ഈ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് അഗ്നിശമന മാധ്യമങ്ങളെ കുറിച്ചാണ്. അഗ്നിശമന മാധ്യമങ്ങളെ കുറിച്ചാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിലൂടെ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ പ്രധാനപ്പെട്ട അഗ്നിശമന മാധ്യമങ്ങൾ ഏതൊക്കെയാണ്? ഒന്ന് നമുക്കറിയാം, എന്താണ്? ജലം, പിന്നെ പത അഥവാ ഫോം, പിന്നെ മണൽ, ഡ്രൈ കെമിക്കൽ പൗഡറുകൾ. പഠിച്ചു വെക്കണം. അഗ്നിശമന മാധ്യമങ്ങൾ ഏതൊക്കെയാണ്? ജലം, പത, മണൽ, ഡ്രൈ കെമിക്കൽ പൗഡറുകൾ എന്നിവയാണ് പ്രധാന അഗ്നിശമന മാധ്യമങ്ങളായിട്ട് വരുന്നത്. ഇനി ഈ അഗ്നിശമന മാധ്യമങ്ങൾ വാതക രൂപത്തിലും ഉണ്ട്. പഠിച്ചു വെക്കണം. അപ്പോൾ എന്താണ് വാതക രൂപത്തിലുള്ള അഗ്നിശമന മാധ്യമങ്ങൾ ഏതൊക്കെയാണ്? കാർബൺ ഡൈ ഓക്സൈഡ്, ഹാലോണുകള്, ക്ലീൻ ഏജന്റുകൾ. പഠിച്ചു വെച്ചോണേ. അപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കും, മറന്നു പോകരുത്. വാതക രൂപത്തിലുള്ള അഗ്നിശമന മാധ്യമങ്ങൾ ഏതൊക്കെയാണ്? കാർബൺ ഡൈ ഓക്സൈഡ്, CO2, കാർബൺ ഡൈ ഓക്സൈഡ്, ഹാലോണുകള്, ക്ലീൻ ഏജന്റുകൾ. ഞാൻ ഒന്നുകൂടെ പറയാം, ഇപ്പോഴേ പഠിച്ചു പോകണം. അഗ്നിശമന മാധ്യമങ്ങൾ ഏതൊക്കെയാണ് പ്രധാനപ്പെട്ടത്? ജലം, പത, മണൽ, ഡ്രൈ കെമിക്കൽ പൗഡറുകൾ. ഇനി വാതക രൂപത്തിലുള്ള അഗ്നിശമന മാധ്യമങ്ങൾ ഏതൊക്കെയാണ്? കാർബൺ ഡൈ ഓക്സൈഡ്, ഹാലോണുകൾ, ക്ലീൻ ഏജന്റുകൾ. പരീക്ഷയ്ക്ക് ചിലപ്പോൾ നിങ്ങളോട് ഇങ്ങനെ ചോദിക്കാം, താഴെ തന്നിരിക്കുന്നവയിൽ വാതക രൂപത്തിലുള്ള അഗ്നിശമന മാധ്യമങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതെന്ന് ചോദിക്കാം. അപ്പൊ കാർബൺ ഡൈ ഓക്സൈഡ് തരാം, ഹാലോണുകൾ തരാം, ക്ലീൻ ഏജന്റുകൾ തരാം. അതിന്റെ കൂടെ തന്നെ ഓപ്ഷനിൽ ഡ്രൈ കെമിക്കൽ പൗഡറുകളും തരാം. അപ്പോൾ ഉൾപ്പെടാത്തത് ഏതാണ്? ഡ്രൈ കെമിക്കൽ പൗഡറുകളാണ് കേട്ടോ. അപ്പൊ അങ്ങനെയൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട്, ചോദിച്ചതുമാണ്. അപ്പൊ പഠിച്ചു വെക്കണം. വാതക രൂപത്തിലുള്ള അഗ്നിശമന മാധ്യമങ്ങൾ കാർബൺ ഡൈ ഓക്സൈഡ്, ഹാലോണുകൾ, ക്ലീൻ ഏജന്റുകൾ. മറക്കരുത്. ഇനി നമുക്ക് ഓരോന്നും എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തെ അഗ്നിശമന മാധ്യമമായിട്ടുള്ള ജലം. നമുക്കറിയാം, ജലം എന്തിനാണ് ഉപയോഗിക്കുന്നത്? ജലം തീ കെടുത്താൻ ഉപയോഗിക്കത്തില്ലേ? അത് അഗ്നി ഉണ്ടാകുമ്പോൾ അണയ്ക്കാൻ ഉപയോഗിക്കത്തില്ല. അത് തന്നെയാണ് ഇവിടുത്തെ പറയുന്നത്. അപ്പൊ ജലത്തിന്റെ ഗുണങ്ങൾ എന്താണ്? അഗ്നിശമന മാധ്യമമായിട്ടുള്ള ജലത്തിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ് അറിഞ്ഞു വെക്കണം. ഫസ്റ്റ്, പ്രകൃതിയിൽ ധാരാളമായി ലഭ്യമാണ് ജലം. ഉയർന്ന ബാഷ്പീകരണ ലീനതാപം, ഉയർന്ന വ്യാപ്ത വികാസ അനുപാതം, ഉയർന്ന വിശിഷ്ട താപധാരിത, പിന്നെ വാട്ടർ സ്പ്രേ ഓക്സിജന്റെ സാന്നിധ്യം കുറയ്ക്കുന്നു, കാർബണിക വസ്തുക്കളുടെ ഉൾഭാഗം നനച്ച് ചെയിൻ റിയാക്ഷൻ തടയുന്നു, വാട്ടർ ജെറ്റ് തീയെ അടിച്ചു കെടുത്തുന്നു കേട്ടോ. വാട്ടർ ജെറ്റ് തീയെ അടിച്ചു കെടുത്തുന്നു. ഇനി എളുപ്പത്തിൽ ട്രാൻസ്പോർട്ട് ചെയ്യാൻ സാധിക്കുന്നു. പമ്പ് ഉപയോഗിച്ച് മർദ്ദവ്യത്യാസം വരുത്തുന്നതിനും ഹോസുകളിലൂടെ ദൂരത്തിൽ എത്തിക്കുന്നതിനും സാധിക്കുന്നു. അപ്പൊ എന്തൊക്കെയാണ് ജലത്തിന്റെ ഗുണങ്ങൾ? എന്തൊക്കെയാണ് പഠിച്ചു വെക്കണം. പരീക്ഷയ്ക്ക് ചോദിക്കും. അഗ്നിശമന മാധ്യമമായിട്ടുള്ള ജലത്തിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ്? പ്രകൃതിയിൽ ധാരാളമായി ലഭ്യമാണ്, ഉയർന്ന ബാഷ്പീകരണ ലീനതാപം, ഉയർന്ന വ്യാപ്ത വികാസ അനുപാതം, ഉയർന്ന വിശിഷ്ട താപധാരിത, പിന്നെ വാട്ടർ സ്പ്രേ ഓക്സിജന്റെ സാന്നിധ്യം കുറയ്ക്കുന്നു, കാർബണിക വസ്തുക്കളുടെ ഉൾഭാഗം നനച്ച് ചെയിൻ റിയാക്ഷൻ തടയുന്നു, വാട്ടർ ജെറ്റ് തീയെ അടിച്ചു കെടുത്തുന്നു, എളുപ്പത്തിൽ ട്രാൻസ്പോർട്ട് ചെയ്യാൻ സാധിക്കും. നമുക്കറിയാം, ജലം എളുപ്പത്തിൽ ട്രാൻസ്പോർട്ട് ചെയ്യാൻ സാധിക്കുമല്ലോ. പിന്നെ പമ്പ് ഉപയോഗിച്ച് മർദ്ദവ്യത്യാസം വരുത്തുന്നതിനും ഹോസുകളിലൂടെ ദൂരത്തിൽ എത്തിക്കുന്നതിനും ജലം സാധിക്കുന്നു കേട്ടോ. അപ്പൊ ഇത്രയുമാണ് ജലത്തിന്റെ ഗുണങ്ങളായിട്ട് വരുന്നത്. ഇനി ജലത്തിന്റെ ന്യൂനതകൾ എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. ജലത്തിന്റെ ന്യൂനതകൾ എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ്? ദോഷങ്ങൾ അഥവാ ന്യൂനതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. വൈദ്യുത ചാലകമായതിനാൽ വൈദ്യുതി സജീവമായ ഭാഗങ്ങളിൽ ഉപയോഗിക്കാൻ കഴിയുന്നില്ല. നമുക്കറിയാം, എന്താണ് വൈദ്യുതി പ്രകാരം, ഒരു ഇലക്ട്രിസിറ്റി പ്രകാരം എന്താണ്, ഷോർട്ട് സർക്യൂട്ടിലൂടെ തീ കത്തുന്നിടത്ത് ജലം ഉപയോഗിച്ചു കഴിഞ്ഞാൽ എന്താണ് അതൊരു ജലം എന്ന് പറയുന്നത് വൈദ്യുത ചാലകമല്ലേ. അപ്പൊ അതുകൊണ്ട് തീ പടരാനും ഷോക്ക് അടിക്കാനും ഒക്കെ സാധ്യതയുണ്ട്. അപ്പൊ അതാണ് ഇവിടെ പറയുന്നത്, വൈദ്യുത ചാലകമായതിനാൽ വൈദ്യുതി സജീവമായ ഭാഗങ്ങളിൽ ഉപയോഗിക്കാൻ കഴിയുന്നില്ല. ഇനി ജലം ഉപയോഗിക്കപ്പെട്ട ഭാഗം വൃത്തിയാക്കേണ്ടി വരുന്നു കേട്ടോ. അപ്പൊ ജലം ഉപയോഗിക്കപ്പെട്ട ഭാഗം എന്താണ്? വൃത്തിയാക്കേണ്ടി വരുന്നു. ഇലക്ട്രോണിക് ഉപകരണങ്ങളെ കേടുവരുത്തുന്നു കേട്ടോ. നമുക്കറിയാം, ഇലക്ട്രോണിക് ഉപകരണങ്ങൾ ജലം ഉപയോഗിച്ച് കെടുത്തി കഴിഞ്ഞാൽ എന്താണ്? അവിടെ ആ ഉപകരണങ്ങൾ നശിച്ചു പോകും അഥവാ കേടുവരുന്നു. ഇനി അഗ്നിശമനത്തിന് ശേഷം ഒഴുകുന്ന ജലം പൊതുജല വിതരണത്തെ മലിനപ്പെടുത്താൻ സാധ്യതയുണ്ട്. പഠിച്ചു വെക്കണം. അഗ്നിശമനത്തിന് ശേഷം, അത് തീയെടുത്താൻ ഉപയോഗിച്ചതിന് ശേഷം വരുന്ന വെള്ളങ്ങളില്ലേ, ആ വെള്ളം എന്താണ്? ഒഴുകുന്ന ജലം പൊതുജല വിതരണത്തെ മലിനപ്പെടുത്താൻ സാധ്യതയുണ്ട്.
വസ്തുവകകൾ കേടുവരുത്തുന്നു. ജലം എന്താണ്? വസ്തുവകകൾ കേടുവരുത്തുന്നു. അനിയന്ത്രിതമായി ഉപയോഗിക്കുക വഴി എണ്ണകളിലെ തീപിടുത്തങ്ങളിൽ വൻ ദുരന്തമാകുന്നു കേട്ടോ. അപ്പൊ എണ്ണകളൊക്കെ തീപിടിക്കുകയാണെങ്കിൽ ജലം ഉപയോഗിച്ചു കഴിഞ്ഞാൽ എന്താണ്? വൻ ദുരന്തമാണ് ഉണ്ടാവാൻ സാധ്യത വരുന്നത്. പിന്നെ ഉപയോഗിക്കുന്ന ജലത്തിന്റെ 25% മാത്രമേ അഗ്നിശമനത്തിന് പ്രയോജനപ്പെടുന്നുള്ളൂ കേട്ടോ. പിന്നെ നമ്മൾ ആ ജലം ഉപയോഗിക്കുന്ന ജലത്തിന്റെ 25%, നോട്ട് ചെയ്തോണേ, ഉപയോഗിക്കുന്ന ജലത്തിന്റെ 25% മാത്രമേ അഗ്നിശമനത്തിന് പ്രയോജനപ്പെടുന്നുള്ളൂ. അപ്പൊ ഇത്രയുമാണ് ജലത്തിന്റെ ന്യൂനതകൾ ആയിട്ട് വരുന്നത്. ഇനി രണ്ടാമത്തെ പ്രധാന അഗ്നിശമന മാധ്യമമായിട്ടുള്ള പത അഥവാ ഫോം കേട്ടോ. പത അഥവാ ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാതകം നിറഞ്ഞ ദ്രാവക കുമിളകളാണ് പത എന്ന് പറയുന്നത്. നമുക്കറിയാം പത എന്ന് പറഞ്ഞാൽ എന്താണ്? വാതകം നിറഞ്ഞ ദ്രാവക കുമിളകളെയാണ് പത എന്ന് പറയുന്നത്. അതായത് കത്തിക്കൊണ്ടിരിക്കുന്ന ഏത് ദ്രാവകങ്ങളുടെയും മുകളിൽ ആവരണമായി പൊങ്ങിക്കിടന്ന് വായു സമ്പർക്കം ഒഴിവാക്കി തീ കെടുത്തുന്നു. ബ്ലാങ്കറ്റിംഗ് എന്നാണ് പറയുന്നത്. ഈ ഒരു പ്രോസസ്സിന് പറയുന്നതാണ് ബ്ലാങ്കറ്റിംഗ് എന്ന് പറയുന്നത്. എന്താണ് പത? എന്തിനാണ് യൂസ് ചെയ്യുന്നത്? കത്തിക്കൊണ്ടിരിക്കുന്ന ഏത് ദ്രാവകങ്ങളുടെയും മുകളിൽ ആവരണമായി പൊങ്ങിക്കിടന്ന് വായു സമ്പർക്കം ഒഴിവാക്കി തീ കെടുത്തുന്നു ഈ പത. ഇനി ദ്രാവകങ്ങളുടെ ബാഷ്പീകരണം തടയുകയും ചെറിയ അളവിൽ ദ്രാവകത്തെ തണുപ്പിക്കുകയും ചെയ്ത് തീ കെടുത്തുന്നു കേട്ടോ. പത എങ്ങനെയാണ് അപ്പോൾ പെർഫോം ചെയ്യുന്നത്? ദ്രാവകങ്ങളുടെ ബാഷ്പീകരണം തടയുകയും ചെറിയ അളവിൽ ദ്രാവകത്തെ തണുപ്പിക്കുകയും അഥവാ കൂളിംഗ് ചെയ്യുകയും ചെയ്ത് നമ്മുടെ തീ കെടുത്തുകയാണ് ചെയ്യുന്നത് പത കേട്ടോ. ഇനി എണ്ണകൾ, പെട്രോളിയം ഉൽപ്പന്നങ്ങൾ, പെയിന്റ് ഉൽപ്പന്നങ്ങൾ എന്നിവയിൽ ഉണ്ടാകുന്ന അഗ്നിബാധകളിൽ പത ഉപയോഗിക്കുന്നു. പരീക്ഷയ്ക്ക് ചോദിക്കാം, പത അഥവാ ഫോം ഉപയോഗിക്കുന്ന സന്ദർഭങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഏതൊക്കെയാണ്? എണ്ണകൾ, പെട്രോളിയം ഉൽപ്പന്നങ്ങൾ, പെയിന്റ് ഉൽപ്പന്നങ്ങൾ എന്നിവയിൽ ഉണ്ടാകുന്ന അഗ്നിബാധകളിൽ പത ഉപയോഗിക്കുന്നു. പഠിച്ചു വെക്കണം. ഇനി മൂന്നാമത്തെ അഗ്നിശമന മാധ്യമമാണ് മണൽ എന്ന് പറയുന്നത്. നമുക്കറിയാം ഈ ഫയർഫോഴ്സുകാർ വരുമ്പം അവരുടെ വണ്ടിയിൽ ഒരു ഇത് വെച്ചിരിക്കുന്നത് കണ്ടിട്ടില്ലേ? ഒരു ബക്കറ്റ് പോലെ വെച്ചേക്കുന്നില്ല, അതിനകത്ത് മണലായിരിക്കും കേട്ടോ ആ ബക്കറ്റ്. അപ്പൊ അത് ഉദ്ദേശിക്കണം, അതാണ് സാൻഡ് അഥവാ മണൽ കൊണ്ടുവന്നത് എന്തിനാണെന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. അതായത് ജലം ഉപയോഗിക്കാൻ കഴിയാത്ത ചില സാഹചര്യങ്ങളിൽ അഗ്നിശമനത്തിന് മണൽ ഉപയോഗിക്കുന്നു കേട്ടോ. അപ്പം ജലം ഉപയോഗിക്കാൻ കഴിയാത്ത ചില സാഹചര്യങ്ങളിൽ അഗ്നിശമനത്തിന് ഉപയോഗിക്കുന്നു. ഇത് പ്രാഥമിക അഗ്നിശമന മാധ്യമമായി ഫയർ ബക്കറ്റുകളിൽ സൂക്ഷിക്കുന്നു. അതാണ് ഞാൻ പറഞ്ഞു കണ്ടോ, ഇത് പ്രാഥമിക അഗ്നിശമന മാധ്യമമായിട്ട് ഫയർ ബക്കറ്റുകളിൽ സൂക്ഷിക്കുന്നു. ഇപ്പൊ പരീക്ഷയ്ക്ക് ചോദിക്കാം, പ്രാഥമിക അഗ്നിശമന മാധ്യമമായി ഫയർ ബക്കറ്റുകളിൽ ഉപയോഗിക്കുന്നത് എന്താണെന്ന് പരീക്ഷയ്ക്ക് ചോദിക്കാം. എന്താണ്? മണലാണ് ഉപയോഗിക്കുന്നത്. ഇനി ബ്ലാങ്കറ്റിംഗ് രീതിയിലാണ് മണൽ തീ കെടുത്തുന്നത് കേട്ടോ. ബ്ലാങ്കറ്റിംഗ് രീതിയിലാണ് മണൽ തീ കെടുത്തുന്നത്. അപ്പൊ അറിഞ്ഞിരിക്കണം കേട്ടോ. ഇത്രയും. ഇനി അടുത്ത പോയിന്റിലോട്ട് പോകുന്നതിന് മുമ്പ് നമുക്കൊരു കറണ്ട് അഫയേഴ്സ് ബാച്ചിനെ കുറിച്ച് നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കേണ്ടതായിട്ടുണ്ട്. നമ്മൾ ടെലഗ്രാമിലും വാട്സാപ്പിലുമായിട്ട് നമ്മളൊരു കറണ്ട് അഫയേഴ്സ് ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാ ദിവസവും വൈകുന്നേരമാണ് ഈ ഒരു ക്ലാസ് നടക്കുന്നത്. ലൈവ് ഇന്ററാക്റ്റീവ് ക്ലാസ്സസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ലൈവ് അറ്റൻഡ് ചെയ്യാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ റെക്കോർഡർ സെക്ഷൻ നമ്മൾ ഗ്രൂപ്പിൽ ഇടുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതുവരെ എടുത്ത റീസെന്റ് ക്ലാസ്സുകളെല്ലാം നിങ്ങൾക്ക് റെക്കോർഡർ സെക്ഷൻ ലഭിക്കുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ ക്വാളിറ്റി PDF നോട്ട്സ്, നമ്മൾ എടുക്കുന്ന എല്ലാ കറണ്ട് അഫയേഴ്സിന്റെ PDF നോട്ട്സും ഈ ഒരു ബാച്ചിൽ അവൈലബിൾ ആയിരിക്കും. അതേ പ്ലസ് ഈ ഒരു ക്ലാസ് കണ്ടിട്ടാണ് നിങ്ങൾ അഡ്മിഷൻ എടുക്കാൻ വരുന്നതെങ്കിൽ നമ്മൾ ഈ എടുക്കുന്ന ഫയർമാന്റെ എല്ലാ സ്പെഷ്യൽ ടോപ്പിക്സിന്റെ നോട്ടുകളും നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. വാട്സാപ്പിലൂടെ അവൈലബിൾ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. ക്ലിയർ ആണേ? പിന്നെ അതുപോലെ തന്നെ കറണ്ട് അഫയേഴ്സിന്റെ മോക്ക് ടെസ്റ്റുകൾ നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. പിന്നെ റിവിഷൻ ക്ലാസ്സസ് ആയിട്ടാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. റിവിഷൻ ഓറിയന്റഡ്, അതായത് റിവിഷൻ ഓറിയന്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ടോപ്പിക് വൈസ് ആയിട്ടായിരിക്കും കറണ്ട് അഫയേഴ്സ് ഈ ഒരു ബാച്ചിൽ എടുക്കുന്നത്. അതോടൊപ്പം തന്നെ 2025 മുതലുള്ള എല്ലാ മാസത്തെയും മന്ത്ലി കറണ്ട് അഫയേഴ്സ് നമ്മൾ എടുത്തിട്ടുണ്ട് ഇതുവരെയുള്ള. അതെല്ലാം നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും ഈ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ. ഇതിന്റെ കോഴ്സ് ഫീ എന്ന് പറഞ്ഞാൽ വെറും 200 രൂപ മാത്രമേ കോഴ്സ് ഫീ ആയിട്ട് വരുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ 2025 മുതൽ ഈ ഒരു മാസം വരെയുള്ള എല്ലാ മന്ത്ലി കറണ്ട് അഫയേഴ്സ് പ്ലസ് ടോപ്പിക് വൈസ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സും ഈ ഒരു ബാച്ചിൽ അവൈലബിൾ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. ഇതിന്റെ ഡ്യൂറേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ VFA വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് വരെയുള്ള പരീക്ഷകൾ. അതോടൊപ്പം തന്നെ ഇത് കഴിഞ്ഞു വരുന്ന പരീക്ഷകൾക്ക് നമ്മുടെ ഈ ഒരു ബാച്ചിലെ നോട്ടുകളും ക്ലാസ്സുകളും നിങ്ങൾക്ക് ഉപകാരപ്രദം ആവുന്നതായിരിക്കും. അപ്പോൾ അഡ്മിഷന് താല്പര്യമുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ 81 299 339 81 299 339 എന്ന് പറഞ്ഞ നമ്പറിലോട്ടൊന്ന് വാട്സപ്പ് ചെയ്താൽ മതി. ഞാൻ അഡ്മിഷൻ പ്രൊസീജിയർ പറഞ്ഞുതരാം കേട്ടോ. വെറും 200 രൂപയേ വരുന്നുള്ളൂ. അപ്പോൾ ഈ ഒരു ക്ലാസ് കണ്ടിട്ടാണ് നിങ്ങൾ വരുന്നതെങ്കിൽ ഫയർമാൻ പ്ലസ് CA നിന്ന് വാട്സപ്പ് ചെയ്താൽ മതി. അപ്പോൾ ഫയർമാൻ്റെ നോട്ടും എന്തായാലും നമ്മുടെ ഈ ഒരു ബാച്ചിൽ അവൈലബിൾ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. ഇപ്പോൾ തന്നെ ഈ ഒരു ബാച്ചിൽ 100-ലധികം പേര് ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളും എന്തായാലും നിങ്ങളുടെ സീറ്റ് ഉറപ്പിച്ച് ജോയിൻ ചെയ്യുക. ഈ ഒരു ബാച്ച് എന്തായാലും നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന ബാച്ച് ആയിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത പോയിന്റിലോട്ട് പോകാം. ഇനി അടുത്ത പ്രധാന അഗ്നിശമന മാധ്യമമാണ് ഡ്രൈ കെമിക്കൽ പൗഡറുകൾ അഥവാ DCP എന്ന് പറയും. ഡ്രൈ കെമിക്കൽ പൗഡറുകൾ, അതായത്
അഗ്നിശമനം സാധ്യമാക്കുന്ന വിവിധ രാസവസ്തുക്കളുടെ പൊടി രൂപത്തിലുള്ള ഒരു മിശ്രിതമാണ് കെമിക്കൽ പൗഡർ. ഇത് പലതരത്തിൽ ലഭ്യമാണ്. അപ്പൊ പഠിച്ചു നോക്കണം. ഡ്രൈ കെമിക്കൽ പൗഡറുകൾ അഥവാ DCP എന്ന് പറഞ്ഞാൽ എന്താണ്? അഗ്നിശമനം സാധ്യമാക്കുന്ന വിവിധ രാസവസ്തുക്കളുടെ പൊടി രൂപത്തിലുള്ള ഒരു മിശ്രിതമാണ് കെമിക്കൽ പൗഡർ അഥവാ കെമിക്കൽ പൗഡർ. ഇത് പലതരത്തിൽ ലഭ്യമാണ്. ഏതൊക്കെ ടൈപ്പാന്ന് നോക്കാം. BC ടൈപ്പ് ഡ്രൈ കെമിക്കൽ പൗഡറുകൾ, ABC ടൈപ്പ് ഡ്രൈ കെമിക്കൽ പൗഡറുകൾ, TEC ടൈപ്പ് ഡ്രൈ കെമിക്കൽ പൗഡറുകൾ. ഇന്ന് ഈ BC, ABC, TEC എന്നീ 3 ടൈപ്പുകളിലാണ് ഇത് അവൈലബിൾ ആയിട്ട് വരുന്നത്. ഇതെന്താണെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഫസ്റ്റ് DCP അതായത് ഡ്രൈ കെമിക്കൽ പൗഡർ കേട്ടോ. ഡ്രൈ കെമിക്കൽ പൗഡറിന്റെ BC ടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് വരുന്ന ഘടകങ്ങളാണ് സോഡിയം ബൈകാർബണേറ്റ്, മഗ്നീഷ്യം സ്റ്റിറേറ്റ്, അതുപോലെ തന്നെ മഗ്നീഷ്യം കാർബണേറ്റ്, ട്രൈ കാൽസ്യം ഫോസ്ഫേറ്റ്. ഇതിന്റെയൊക്കെ അളവുകളും നമ്മൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കണം. ഡ്രൈ കെമിക്കൽ പൗഡറുകളിലെ BC ടൈപ്പ് പൗഡറിലെ ഘടകങ്ങളാണ് സോഡിയം ബൈകാർബണേറ്റ്. സോഡിയം ബൈകാർബണേറ്റ് ഈ ഒരു പൗഡറിൽ 97% അടങ്ങിയിട്ടുണ്ട്. പിന്നെ മഗ്നീഷ്യം സ്റ്റിറേറ്റ് 1.5% അടങ്ങിയിട്ടുണ്ട്. മഗ്നീഷ്യം കാർബണേറ്റ് 1%, അതുപോലെ തന്നെ ട്രൈ കാൽസ്യം ഫോസ്ഫേറ്റ് 0.5% അടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇതാണ് ഈ ഒരു പൗഡറിന്റെ ഘടകങ്ങളായിട്ട് വരുന്നത്. ഇനി ഡ്രൈ കെമിക്കൽ പൗഡർ DCP BC ടൈപ്പ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പരീക്ഷയ്ക്ക് ചോദിക്കാം. ഇതിൽ സോഡിയം ബൈകാർബണേറ്റ് അഗ്നിശമനത്തിനായും മഗ്നീഷ്യം സ്റ്റിറേറ്റ് പൗഡർ കട്ടപിടിക്കുന്നത് തടയുന്നതിനും മറ്റുള്ളവ പൗഡറിന്റെ സുഗമമായ പ്രവാഹത്തിനും പ്രയോജനപ്പെടുന്നു കേട്ടോ. അപ്പൊ ഈ ഒരു DCP BC ടൈപ്പ് അഗ്നിശമന പൗഡറിൽ എന്താണ് അതിന്റെ യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ സോഡിയം ബൈകാർബണേറ്റ് അഗ്നിശമനത്തിനായും മഗ്നീഷ്യം സ്റ്റിറേറ്റ് പൗഡർ കട്ടപിടിക്കുന്നത് തടയുന്നതിനും മറ്റുള്ളവ പൗഡറിന്റെ സുഗമമായ പ്രവാഹത്തിനും പ്രയോജനപ്പെടുന്നു. ഇനി സോഡിയം ബൈകാർബണേറ്റിന് പകരം പൊട്ടാസ്യം ബൈകാർബണേറ്റും പൊട്ടാസ്യം ക്ലോറൈഡും യൂറിയ ബേസ്ഡ് പൊട്ടാസ്യം കാർബണേറ്റും എന്നിവയും ഉപയോഗിച്ച് വരുന്നു കേട്ടോ. പിന്നെ ക്ലാസ് B, ക്ലാസ് C തീപിടുത്തങ്ങളെ സജീവ വൈദ്യുത ഉപകരണങ്ങളെ തീപിടുത്തങ്ങൾക്കുമാണ് ഇത് സാധാരണയായി ഉപയോഗിക്കുന്നത്. നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ പഠിച്ചതാണ് വിവിധതരം ക്ലാസ് തീപിടുത്തങ്ങൾ ഉണ്ടെന്ന് പഠിച്ചതാണ്. അതിൽ ക്ലാസ് B തീപിടുത്തങ്ങളും ക്ലാസ് C തീപിടുത്തങ്ങളിലും സജീവ വൈദ്യുത ഉപകരണങ്ങളിലെ തീപിടുത്തങ്ങൾക്കുമാണ് ഇത് സാധാരണയായി ഉപയോഗിക്കുന്നത്. അഥവാ DCP BC ടൈപ്പ് പൗഡർ ഉപയോഗിക്കുന്നത്. ക്ലിയർ ആണേ? ഇനി അടുത്തത് DCP ABC ടൈപ്പ് പൗഡർ എന്താണെന്ന് നോക്കാം. ABC ടൈപ്പ് എന്ന് പറഞ്ഞാൽ DCP ABC ടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോണോ അമോണിയം ഫോസ്ഫേറ്റ് മുഖ്യ ഘടകമായ ഈ പൗഡർ ക്ലാസ് A, ക്ലാസ് B, ക്ലാസ് C. ഇപ്പൊ മനസ്സിലായെന്നാണ്. ക്ലാസ് A തീപിടുത്തങ്ങളെയും ക്ലാസ് B തീപിടുത്തങ്ങളെയും ക്ലാസ് C തീപിടുത്തങ്ങളെയും അതാണ് ABC കേട്ടോ. ക്ലാസ് A, ക്ലാസ് B, ക്ലാസ് C തീപിടുത്തങ്ങൾക്കും സജീവ വൈദ്യുത ഉപകരണങ്ങളിലെ തീപിടുത്തങ്ങൾക്കും ഉപയോഗിച്ചു വരുന്നു. ഇതിനെ മൾട്ടി പർപ്പസ് ഡ്രൈ കെമിക്കൽ പൗഡർ എന്ന് വിളിക്കുന്നു കേട്ടോ. അപ്പൊ ഇതിനെ മൾട്ടി പർപ്പസ് ഡ്രൈ കെമിക്കൽ പൗഡർ എന്ന് വിളിക്കുന്നു. അപ്പൊ പരീക്ഷയ്ക്ക് ചോദിക്കാം മൾട്ടി പർപ്പസ് ഡ്രൈ കെമിക്കൽ പൗഡർ എന്ന് പറയുന്നത് ഏത് പൗഡറിനെയാണെന്ന് ചോദിക്കാം. അപ്പോൾ ഓപ്ഷൻ തരാം, ABC തരാം, BC തരാം കേട്ടോ. അപ്പൊ ആൻസർ ഏതാണ്? DCP അതായത് ഡ്രൈ കെമിക്കൽ പൗഡർ ABC ടൈപ്പിനെയാണ് മൾട്ടി പർപ്പസ് ഡ്രൈ കെമിക്കൽ പൗഡർ എന്ന് പറയുന്നത്. അതിനകത്ത് ABC ക്ലാസ് A, ക്ലാസ് B, ക്ലാസ് C തീപിടുത്തങ്ങളെ അണയ്ക്കാൻ വേണ്ടിയാണ്. അതുപോലെ തന്നെ സജീവ വൈദ്യുത ഉപകരണങ്ങളെ തീപിടുത്തങ്ങൾക്കും ഉപയോഗിക്കുന്ന പൗഡറാണ് ഡ്രൈ കെമിക്കൽ പൗഡർ ABC ടൈപ്പ്. ക്ലിയർ ആണ്? ഇനി TEC കേട്ടോ. TEC അതാ ടെർണറി യൂടെക്റ്റിക് ക്ലോറൈഡ് കേട്ടോ. ടെർണറി യൂടെക്റ്റിക് ക്ലോറൈഡ് അതിനകത്ത് വരുന്ന ഘടകങ്ങളാണ് സോഡിയം ക്ലോറൈഡ്, പൊട്ടാസ്യം ക്ലോറൈഡ്, ബേരിയം ക്ലോറൈഡ്. TECക്കകത്ത് വരുന്നത് സോഡിയം ക്ലോറൈഡ് 20%, പൊട്ടാസ്യം ക്ലോറൈഡ് 29%, ബേരിയം ക്ലോറൈഡ് 51% ഈ ഒരു പൗഡറിൽ വരുന്നത്. ഇനി TEC പൗഡർ പ്രധാനമായും ലോഹങ്ങളിലെ തീപിടുത്തങ്ങൾക്കാണ് ഉപയോഗിക്കുന്നത്. പരീക്ഷയ്ക്ക് 1 മാർക്ക് പ്രതീക്ഷിക്കാം. എന്താണ് ലോഹങ്ങളിലെ തീപിടുത്തങ്ങൾക്ക് ഉപയോഗിക്കുന്ന അഗ്നിശമന മാധ്യമത്തിലെ പൗഡർ ഏതാണെന്ന് ചോദിക്കാം. ഏതാണ്? TEC പൗഡർ ആണ് കേട്ടോ. TEC പൗഡർ പ്രധാനമായും ലോഹങ്ങളിലെ തീപിടുത്തങ്ങൾക്കാണ് ഉപയോഗിക്കുന്നത്. ഇതുകൂടാതെ താഴെ പറയുന്ന പൗഡർ മിശ്രിതവും ലോഹങ്ങളിലെ അഗ്നിശമനത്തിനും ഉപയോഗിച്ച് വരുന്നു കേട്ടോ. അതായത് ഉപയോഗിച്ച് വരുന്നു കേട്ടോ. അപ്പൊ ലോഹങ്ങളിലെ തീപിടുത്തങ്ങൾക്കാണ് TEC ഉപയോഗിക്കുന്നത്. ടെർണറി യൂടെക്റ്റിക് ക്ലോറൈഡ് ആണ് കേട്ടോ. TEC ലോഹങ്ങളിലെ തീപിടുത്തങ്ങൾക്കാണ് ഉപയോഗിക്കുന്നത്. അതിനകത്ത് വരുന്നത് സോഡിയം ക്ലോറൈഡ്, പൊട്ടാസ്യം ക്ലോറൈഡ്, ബേരിയം ക്ലോറൈഡ് ആണ്. ഇനി ഡ്രൈ കെമിക്കൽ പൗഡറിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് പരീക്ഷയ്ക്ക് ചോദിക്കാം. ഡ്രൈ കെമിക്കൽ പൗഡറിന്റെ ഗുണങ്ങൾ ഏതൊക്കെയാണ്? വൈദ്യുത ചാലകമല്ല, ചർമ്മത്തിന് ദോഷകാരിയല്ല,
ലോഹനാശമോ അല്ല കേട്ടോ. വിഷമയമോ ലോഹനാശകമോ അല്ല DCP. അതുപോലെ തന്നെ ദ്രാവക അഗ്നിബാധകളിൽ ദ്രുതഗതിയിൽ അഗ്നിശമനം സാധ്യമാക്കുന്നു. അപ്പോൾ പഠിച്ചു വെക്കണം. ഡ്രൈ കെമിക്കൽ പൗഡറിന്റെ ഗുണങ്ങൾ ഏതൊക്കെയാണ്? വൈദ്യുത ചാലകമല്ല, ചർമ്മത്തിന് ദോഷകാരിയല്ല, വിഷമയമോ ലോഹനാശകമോ അല്ല, ദ്രാവക അഗ്നിബാധകളിൽ ദ്രുതഗതിയിൽ അഗ്നിശമനം സാധ്യമാക്കുന്നു. അപ്പൊ നമുക്ക് ഒന്നുകൂടെ പറഞ്ഞു പോവാം, പെട്ടെന്നൊന്ന് പറഞ്ഞു പോവാം. അത് നമ്മൾ ഇപ്പൊ പഠിച്ചത് എന്താണ്? അഗ്നിശമന മാധ്യമങ്ങളാണ് പഠിച്ചത്. അഗ്നിശമന മാധ്യമത്തിൽ ആദ്യം നമ്മൾ പഠിച്ചത് ജലത്തെക്കുറിച്ചാണ് പഠിച്ചത്. അതിനുശേഷം എന്താണ് ഫോം, അഥവാ ഫോമാണ് അടുത്ത അഗ്നിശമനം മാധ്യമം നമ്മൾ പഠിച്ചത്. പിന്നെ അതിനുശേഷം എന്താണ്? അതിനുശേഷം പഠിച്ചത് എന്താണ്? മണൽ സാൻഡ് കേട്ടോ. മണൽ അഥവാ സാൻഡ് ആണ് അഗ്നിശമന മാധ്യമമായിട്ട് നമ്മൾ പഠിച്ചത്. അതിനുശേഷം ഡ്രൈ കെമിക്കൽ പൗഡറുകളാണ്. DCP എന്ന് പറയുന്ന ഡ്രൈ കെമിക്കൽ പൗഡറുകളാണ് വരുന്നത്. അതിനകത്തിൽ BC ഡ്രൈ കെമിക്കൽ പൗഡർ BC ടൈപ്പ് ഉണ്ട്. BC ടൈപ്പ് ക്ലാസ് B, ക്ലാസ് C തീപിടുത്തങ്ങളെയാണ് BC ടൈപ്പ് തീ അണയ്ക്കാൻ ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ അതിനുശേഷം DCP അഥവാ ഡ്രൈ കെമിക്കൽ പൗഡറുകൾ ABC ടൈപ്പ് ക്ലാസ് A, ക്ലാസ് B, ക്ലാസ് C തീപിടുത്തങ്ങളും അതുപോലെ തന്നെ വൈദ്യുത ഉപകരണങ്ങളുടെ തീപിടുത്തങ്ങൾക്കുമാണ് ക്ലാസ് ABC ഡ്രൈ കെമിക്കൽ പൗഡർ ABC ടൈപ്പ് യൂസ് ചെയ്യുന്നത്. ഇനി TEC ടൈപ്പ് ഡ്രൈ കെമിക്കൽ പൗഡർ TEC ടൈപ്പ് യൂസ് ചെയ്യുന്നത് ലോഹങ്ങളിലെ തീപിടുത്തങ്ങൾക്കാണ് യൂസ് ചെയ്യുന്നത്. ക്ലിയർ ആണേ? അതുപോലെ തന്നെ നമ്മുടെ ഡ്രൈ കെമിക്കൽ പൗഡറിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ്? വൈദ്യുത ചാലകമല്ല, ചർമ്മത്തിന് ദോഷകാരിയല്ല, വിഷമയമോ ലോഹനാശകമോ അല്ല, ദ്രാവക അഗ്നിബാധകളിൽ ദ്രുതഗതിയിൽ അഗ്നിശമനം സാധ്യമാക്കുന്നു. അപ്പൊ ഇത്രയുമാണ് നമ്മുടെ അഗ്നിശമനങ്ങളിലെ മാധ്യമങ്ങളിലായിട്ട് വരുന്നത് കേട്ടോ. ഇനി നമ്മൾ വാതക രൂപത്തിലുള്ള, നമ്മൾ പഠിച്ചില്ലായിരുന്നു, വാതക രൂപത്തിലുള്ള അഗ്നിശമന മാധ്യമങ്ങൾ ഏതൊക്കെയാണ്? അഥവാ ഗാഷ്യസ് ഏജൻസ് ആണ്. അപ്പൊ നോക്കാം, വാതക രൂപത്തിലുള്ള അഗ്നിശമന മാധ്യമങ്ങൾ ഏതൊക്കെയാണ്? നമ്മൾ ആദ്യമേ പറഞ്ഞിരുന്നു, കാർബൺ ഡൈ ഓക്സൈഡ്, ഹാലോണുകൾ, ക്ലീൻ ഏജന്റുകൾ എന്നിവയാണ് വാതക രൂപത്തിലുള്ള സാധാരണ ഉപയോഗിച്ചു വരുന്ന അഗ്നിശമന മാധ്യമങ്ങൾ. എന്തൊക്കെയാണെന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഫസ്റ്റ് കാർബൺ ഡൈ ഓക്സൈഡ്. ഇപ്പോൾ വാതക രൂപത്തിലുള്ള അഗ്നിശമന മാധ്യമങ്ങളിൽ ആദ്യത്തേതാണ് കാർബൺ ഡൈ ഓക്സൈഡ്. അതായത് സർവ്വസാധാരണമായി ഉപയോഗിച്ചു വരുന്ന വാതക രൂപത്തിലുള്ള അഗ്നിശമന മാധ്യമമാണ് കാർബൺ ഡൈ ഓക്സൈഡ്. ഓക്സിജന്റെയും ഇന്ധന ബാഷ്പത്തിന്റെയും ഗാഢത കുറച്ചുകൊണ്ടാണ് തീ കെടുത്തുന്നത് കേട്ടോ. അപ്പൊ പഠിച്ചു വെക്കണം, കാർബൺ ഡൈ ഓക്സൈഡ് എങ്ങനെയാണ് തീ കെടുത്തുന്നത്? ഓക്സിജന്റെയും ഇന്ധന ബാഷ്പത്തിന്റെയും ഗാഢത കുറച്ചുകൊണ്ടാണ് തീ കെടുത്തുന്നത്. ഏതുതരം തീപിടുത്തങ്ങളിലും കാർബൺ ഡൈ ഓക്സൈഡ് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. CO2 ഉപയോഗിക്കുന്നതാണ്. പഠിച്ചു വെക്കണം, ഏതുതരം തീപിടുത്തങ്ങളിലും കാർബൺ ഡൈ ഓക്സൈഡ് ഉപയോഗിക്കാവുന്നതാണ്. ഇനി കാർബൺ ഡൈ ഓക്സൈഡിന്റെ ഇൻഹിബിഷൻ ഫാക്ടർ എന്ന് പറഞ്ഞാൽ 19% കേട്ടോ. പഠിച്ചു വെക്കണം, കാർബൺ ഡൈ ഓക്സൈഡിന്റെ ഇൻഹിബിഷൻ ഫാക്ടർ 19%. അന്തരീക്ഷ വായുവിനേക്കാൾ സാന്ദ്രത കൂടിയ കാർബൺ ഡൈ ഓക്സൈഡ് വാതകം ഉന്നത മർദ്ദത്തിലാണ് അഗ്നിശമന മാധ്യമങ്ങളിൽ സംഭരിക്കുന്നത്. CO2 എന്നാണ് എഴുതിയപ്പോൾ PDF ആക്കിയപ്പോൾ തിരിഞ്ഞുപോയതാണ് കേട്ടോ. അപ്പം അന്തരീക്ഷ വായുവിനേക്കാൾ സാന്ദ്രത കൂടിയ കാർബൺ ഡൈ ഓക്സൈഡ് വാതകം ഉന്നത മർദ്ദത്തിലാണ് അഗ്നിശമനികളിൽ സംഭരിക്കുന്നത്. ഇതിന്റെ വികാസ അനുപാതം അഥവാ എക്സ്പാൻഷൻ റേഷ്യോ എന്ന് പറഞ്ഞാൽ 1:450 ആണ് കേട്ടോ. അപ്പം കാർബൺ ഡൈ ഓക്സൈഡിന്റെ വികാസ അനുപാതം എത്രയാണ്? അഗ്നിശമനങ്ങളിൽ സംഭരിക്കുന്നതിലെ വികാസ അനുപാതം എത്രയാണ്? അഥവാ എക്സ്പാൻഷൻ റേഷ്യോ 1:450 ആണ്. ഇനി കാർബൺ ഡൈ ഓക്സൈഡിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് പഠിക്കേണ്ടതായിട്ടുണ്ട്. വായുവിനേക്കാൾ സാന്ദ്രത കൂടുതലാണ്, വൈദ്യുത ചാലകമല്ല, ചെറു വിടവുകളിൽ പോലും കടന്നു ചെന്ന് അഗ്നിശമനം നടത്തുന്നു, ഉപകരണങ്ങൾക്കോ വസ്തുവകകൾക്കോ കേടുപാടുകൾ വരുത്തുന്നില്ല. പഠിച്ചു വെക്കണം. എന്താണ് കാർബൺ ഡൈ ഓക്സൈഡിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ്? വായുവിനേക്കാൾ സാന്ദ്രത കൂടുതലാണ്, വൈദ്യുത ചാലകമല്ല, ചെറു വിടവുകളിൽ പോലും കടന്നു ചെന്ന് അഗ്നിശമനം നടത്തുന്നു, ഉപകരണങ്ങൾക്കോ വസ്തുവകകൾക്കോ കേടുപാടുകൾ വരുത്തുന്നില്ല. ഇനി കാർബൺ ഡൈ ഓക്സൈഡിന്റെ ദോഷങ്ങൾ എന്തൊക്കെയാണെന്ന് പഠിക്കണം. അപകടത്തിൽപ്പെട്ടവർക്കും രക്ഷാപ്രവർത്തകർക്കും ശ്വാസ സംബന്ധമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നു കേട്ടോ. നമുക്കറിയാമല്ലേ, അപകടത്തിൽപ്പെട്ടവർക്കും രക്ഷാപ്രവർത്തകർക്കും ശ്വാസ സംബന്ധമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നു. അടഞ്ഞ മുറികളിൽ, നോട്ട് ചെയ്തോണേ, അടഞ്ഞ മുറികളിൽ മാത്രമേ ഫലപ്രദമായി ഉപയോഗിക്കാൻ സാധിക്കുന്നുള്ളൂ കേട്ടോ. നമുക്കറിയാം, കാർബൺ ഡൈ ഓക്സൈഡ് നമുക്ക് ശ്വസിക്കാൻ പറ്റത്തില്ലല്ലോ, നമ്മൾ പുറന്തള്ളുന്ന വാതകമാണല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണ്, ഈ കാർബൺ ഡൈ ഓക്സൈഡ് അടഞ്ഞ മുറികളിൽ മാത്രമേ ഫലപ്രദമായി ഉപയോഗിക്കാൻ സാധിക്കുന്നുള്ളൂ എന്നാണ് അതിന്റെ ദോഷങ്ങളായിട്ട് വരുന്നത്. ക്ലിയർ ആണേ? ഇനി നമുക്ക് ഹാലോണുകൾ നോക്കാം. ഹാലോണുകൾ അടുത്ത വാതക രൂപത്തിലുള്ള അഗ്നിശമന മാധ്യമമാണ് ഹാലോൺസ്. എന്താണെന്ന് നോക്കാം. ക്ലോറോ ഫ്ലൂറോ കാർബൺ ഗ്രൂപ്പിൽപ്പെട്ടതും ദ്രാവക രൂപത്തിൽ സംഭരിക്കപ്പെടുന്നതുമായ അഗ്നിശമനങ്ങളാണ് ഹാലോണുകൾ. ഹാലോണുകൾ എന്താണ്? ക്ലോറോ ഫ്ലൂറോ കാർബൺ ഗ്രൂപ്പിൽപ്പെട്ടതും ദ്രാവക രൂപത്തിൽ സംഭരിക്കപ്പെടുന്നതുമായ അഗ്നിശമനങ്ങളാണ് ഹാലോണുകൾ.
ഓസോൺ പാളിക്ക് ഭീഷണിയാണ് കേട്ടോ. ഓസോൺ പാളിക്ക് ഭീഷണിയാണ് ഹാലോണുകൾ. അതുകൊണ്ട് തന്നെ മോൺട്രിയൽ ഉടമ്പടി പ്രകാരം 1994 ജനുവരി 1 മുതൽ ഹാലോണുകളുടെ ഉൽപാദനം ലോകവ്യാപകമായി നിരോധിച്ചു. അപ്പൊ ഈ ഒരു ഏജന്റ് ഇപ്പൊ യൂസ് ചെയ്യുന്നില്ല കേട്ടോ. അപ്പം പരീക്ഷയ്ക്ക് ചോദിക്കാം, മോൺട്രിയൽ ഉടമ്പടി പ്രകാരം 1994 ജനുവരി 1 മുതൽ ഹാലോൺ ഏത് വാതക രൂപത്തിലുള്ള അഗ്നിശമന മാധ്യമത്തിന്റെ ഉപയോഗമാണ് ലോകവ്യാപകമായി നിരോധിച്ചത് എന്ന് ചോദിക്കാം. ഏതാണ്? ഹാലോണുകളുടെയാണ്. ക്ലിയർ ആണ്. ഇനി അവസാനത്തേത് ക്ലീൻ ഏജന്റ്സ് ആണ് കേട്ടോ. ക്ലീൻ ഏജന്റുകൾ. ക്ലീൻ ഏജന്റുകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ദ്രാവക രൂപത്തിൽ സംഭരിക്കപ്പെട്ടതും ഉപയോഗിക്കുമ്പോൾ വാതക രൂപത്തിൽ പുറത്തു വന്ന് അഗ്നിശമനം നടത്തുന്നതുമാണ് ക്ലീൻ ഏജന്റുകൾ. അപ്പൊ ക്ലീൻ ഏജന്റുകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ദ്രാവക രൂപത്തിൽ സംഭരിക്കപ്പെട്ടതും ഉപയോഗിക്കുമ്പോൾ വാതക രൂപത്തിൽ പുറത്തു വന്ന് അഗ്നിശമനം നടത്തുന്നതുമായവയാണ് ക്ലീൻ ഏജന്റുകൾ എന്ന് പറയുന്നത്. ഇലക്ട്രോണിക് ഉപകരണങ്ങളിൽ അഗ്നിശമനത്തിന് ഉപയോഗിക്കുന്നത് കേട്ടോ. അപ്പൊ ഇലക്ട്രോണിക് ഉപകരണങ്ങളിൽ അഗ്നിശമനത്തിന് ഉപയോഗിക്കുന്നവയാണ് ക്ലീൻ ഏജന്റുകൾ. ഹെപ്റ്റാഫ്ലൂറോപ്രൊപ്പൈൻ കേട്ടോ. ഹെപ്റ്റാഫ്ലൂറോപ്രൊപ്പൈൻ എന്ന വാതക രൂപത്തിൽ സംഭരിച്ചിട്ടുള്ള FM200 കേട്ടോ. FM200 എക്സ്റ്റിങ്ക്വിഷറിന് ഉദാഹരണമാണ് കേട്ടോ. പഠിച്ചു വെക്കണം. ഹെപ്റ്റാഫ്ലൂറോപ്രൊപ്പൈൻ എന്ന വാതക രൂപത്തിൽ സംഭരിച്ചിട്ടുള്ള FM200 എക്സ്റ്റിങ്ക്വിഷറിന് ഉദാഹരണമാണ്. പരീക്ഷയ്ക്ക് ചോദിക്കുവേ, ഹെപ്റ്റാഫ്ലൂറോപ്രൊപ്പൈൻ എന്ന വാതകം ദ്രാവക രൂപത്തിൽ സംഭരിച്ചിട്ടുള്ള FM200 എക്സ്റ്റിങ്ക്വിഷറിന് ഉദാഹരണമാണ്. ഇനി ക്ലീൻ ഏജന്റിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ്? ക്ലീൻ ഏജന്റുകളുടെ ഗുണങ്ങൾ എന്ന് പറഞ്ഞാൽ വളരെ കുറഞ്ഞ അളവിൽ അഗ്നിശമനം നടത്തുന്നു, വിഷമയമോ ഓസോൺ നാശകമോ അല്ല, അവശിഷ്ടങ്ങൾ ഉണ്ടാക്കുന്നില്ല, അതുപോലെ തന്നെ കേടുപാടുകൾ വരുത്തുന്നില്ല, പിന്നെ വൈദ്യുത ചാലകമല്ല എന്നിവയൊക്കെയാണ് ക്ലീൻ ഏജന്റിന്റെ ഗുണങ്ങളായിട്ട് വരുന്നത്. ക്ലിയർ ആണേ? അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചത് എന്താണ്? അഗ്നിശമന മാധ്യമങ്ങളുമാണ് പഠിച്ചത്. അതോടൊപ്പം തന്നെ വാതക രൂപത്തിലുള്ള അഗ്നിശമന മാധ്യമങ്ങളെ കുറിച്ചുമാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ പഠിച്ചത്. അപ്പൊ ഇതിനു മുമ്പേ ഉള്ള ക്ലാസ്സുകൾ നമ്മുടെ പ്ലേലിസ്റ്റിൽ കിടപ്പുണ്ട്, ഫയർമാൻ സ്പെഷ്യൽ ടോപ്പിക്സിന്റെ. അതോടെ കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ കാണാൻ ശ്രമിക്കണം. അപ്പൊ ഇനി അടുത്ത ഈ ഒരു ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താനും, ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും, എല്ലാവരും ഒന്ന് ഹൈപ്പ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം. നമ്മൾ എടുക്കുന്ന ക്ലാസ്സുകൾക്ക് നമ്മൾ എടുക്കുന്ന ക്ലാസ്സിന്റെ ഒരു സപ്പോർട്ട് കിട്ടുന്നില്ല. അപ്പോൾ മാക്സിമം എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. നമുക്ക് വ്യൂസ് വളരെ കുറവാണ്. അപ്പം നിങ്ങൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്ത് ഒന്ന് വ്യൂസ് കൂട്ടി തരണം. അപ്പോൾ അതോടൊപ്പം തന്നെ നമ്മൾ ഈ ഒരു മാസം കൊണ്ട് തന്നെ നമ്മൾ എന്തായാലും സ്പെഷ്യൽ ടോപ്പിക്സ് കംപ്ലീറ്റ് ചെയ്യും. പിന്നെ അതിനുശേഷം നമ്മൾ എന്താണ് മോഡൽ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാത്തിനും നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്താൽ മാത്രമേ ഇതൊക്കെ നമുക്ക് നടക്കത്തുള്ളൂ. അപ്പോൾ മാക്സിമം എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ക്ലാസ് അവസാനം വരെ കണ്ട എല്ലാവർക്കും താങ്ക് യു ഓൾ.